നമ്മുടെ പാടത്ത് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. വെൽക്കം ബാക്ക് ടു യേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ദേ പച്ച പട്ട് വിരിച്ച പോലത്തെ നമ്മുടെ ഗോതമ്പ് പാടങ്ങള്. അപ്പോഴേ വൈകുന്നേരം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കിച്ചണിലോട്ട് വന്നപ്പോ എന്റെ വയറ് വിശന്ന് കരിയുമായിരുന്നു. എനിക്ക് പറയാൻ പറ്റാത്ത തലകറക്കം പോലെയോ എന്തൊക്കെയോ. രാത്രി ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്കു ബാഡ്മിന്റന് പോയിരുന്നു. സമയം 7 മണിയായിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കാര്യം എനിക്ക് നോക്കണമല്ലോ. ഞാൻ ദേ ദോശ ഇടുക. രാത്രി ഡിന്നറിന് ദോശയായിരുന്നു. അപ്പൊ നമ്മുടെ മെത്ത ദോശ കേട്ടോ, കുട്ടി ദോശയെന്നോ തട്ടിൽ കുട്ടി ദോശയെന്നോ നമ്മുടെ തട്ട് ദോശ, അതെ മെത്ത പോലത്തെ ദോശ കേട്ടോ ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടി ദോശ തൊടുന്നത്. കാരണം ഞാൻ അവല ഇതിൽ അരച്ചത്, ചോറല്ല. ചോറ് നമ്മൾ അരയ്ക്കുവാണെങ്കിൽ സോഫ്റ്റ് ആവുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും. പക്ഷെ അവലുണ്ടല്ലോ, ഞാൻ വെള്ളയവല അരച്ചത്, അതാണെങ്കിൽ നമുക്ക് ഒട്ടും സ്മെല്ല് വരത്തില്ല. കുറച്ച് ദിവസം കൂടെ കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല ഇതുപോലെ തന്നെ ഇരിക്കും. ഉച്ചക്കലത്തേക്ക് വെച്ച സാമ്പാറും തലേദിവസം കടലക്കറി ഉണ്ടായിരുന്നു. എനിക്ക് ദോശയും കടലക്കറിയുടെയും കോമ്പിനേഷൻ ഉണ്ടല്ലോ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ടെന്നേ. പെടപടേന്ന് ചുറ്റിടുകൂ. ഇതൊക്കെ ഇങ്ങനെ ചുടുവാണെങ്കിൽ എൻ്റെ വായ കൂടെ ഉണ്ടല്ലോ അങ്ങ് കഴിക്കാനുള്ള വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്രയ്ക്ക് വിശപ്പായിരുന്നു. അപ്പോൾ അതേ പെട്ടെന്ന് 3 ദോശയും ചുട്ടു, കടലക്കറി സാമ്പാറും ഒക്കെ ആയിട്ട് ഓടിപ്പോവാ. ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ, ഐഡന്റിറ്റി എന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും പറ്റിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഓടി വന്ന് ദോശ ഇട്ടതാട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഡിന്നർ ഇതാ. ഞാൻ ആദ്യം കഴിക്കുക. ഞാൻ പറഞ്ഞല്ലോ സിനിമ കണ്ടുകൊണ്ടിരിക്കുവാന്ന്. അപ്പോൾ ബാക്കി സിനിമ ഇട്ടിനി കാണണം. ദേഹം വിരയിൽ വരികയെന്ന് വിട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥ. അപ്പോൾ കുളിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. പിന്നെ വിളക്കൊക്കെ കത്തിച്ചപ്പോൾ എനിക്ക് താങ്ങാനേ പറ്റില്ല. എങ്ങനെയും കഴിച്ചാൽ അതിന്നായി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. അപ്പോൾ അങ്കു സ്കൂളിൽ പോയി, രാക്കി ഓഫീസിൽ പോയി. രാവിലെ 5 മണിക്ക് ഇപ്പം ഞാൻ എഴുന്നേക്കാം. അതുകൊണ്ട് എന്ത് സമാധാനം സ്വസ്ഥതയാണെന്ന് അറിയാമോ. ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുവാൻ എനർജി കിട്ടും. എപ്പോഴും എനിക്ക് തോന്നി 5 മണിക്ക് ഉണരുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആകെ ഒരു മന്ദത എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടേ. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലേ കിടക്കാൻ നമുക്ക് പറ്റുന്ന ദിവസങ്ങൾ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങാം. അത് വേറെ കാര്യം, അങ്കൂരാവധിയൊക്കെ ഉള്ള ദിവസം. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല കാറ്റാ, തണുപ്പൊക്കെ നല്ല സുഖമായിട്ട് മാറി. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല കാറ്റാട്ടോ, കൊട ഉരുട്ടി കാറ്റെന്നൊക്കെ അമ്മ വിളിക്കുമ്പോൾ പറയാം നമ്മുടെ നാട്ടിലും. അതുപോലത്തെ ഒരു കാറ്റാണ് ഇവിടെയും. നമ്മുടെ ചെടിക്കൊക്കെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ഞാൻ 2-3 ദിവസം കൂടുമ്പോഴേ ഇതിനൊക്കെ ഒഴിക്കാറുള്ളൂ. പിന്നെ ഞാനൊരു നല്ല ശീലം തുടങ്ങി കേട്ടോ. ഒരാഴ്ചയായി. ഞാൻ നേരത്തെ ഒരു വ്ലോഗിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തായാലും പ്രാവർത്തികമാക്കി. അതിൻ്റെ ഒത്തിരി പോസിറ്റീവ് ഫീലിങ്സ് എനിക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ അത് വേറൊന്നുമല്ല, യോഗയാട്ടോ. എല്ലാ ദിവസവും ഞാൻ യോഗ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈം, മെയിൻലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഒരേ രീതിയിൽ ഞാൻ എന്നും ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റുന്ന രീതി. അതായത് നമ്മുടെ വണ്ണം കുറയ്ക്കുന്ന അങ്ങനത്തെ യോഗയല്ല കേട്ടോ, മൈൻഡ് കാം ആവുന്നത്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു യോഗയായത്. വണ്ണം കുറയാനുള്ള യോഗകളൊക്കെ വേറെയാ, ഇത് നമ്മുടെ മൈൻഡിന് വേണ്ടിയുള്ള. കാരണം വെച്ചാൽ നമ്മൾ ഫിസിക്കൽ നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ മൈൻഡും നോക്കണം. നമ്മൾ വിചാരിക്കും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാം നമ്മൾ പീസായിട്ട് പോകുന്നെന്ന് വിചാരിക്കും. പക്ഷേ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അങ്ങനെ ഒരു കൂട്ടത്തിലാണ് ഞാൻ. ചെറിയൊരു കാര്യം കേട്ടാലും ഒത്തിരി ടെൻഷൻ അടിച്ച് സ്ട്രെസ് നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ മൈൻഡിൽ, എനിക്ക് ചെറിയ കാര്യം കേട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പോൾ ശരിക്കും ഒരു മൈൻഡിന് വേണ്ടിയുള്ളൊരു ടോണിക്കാണ് യോഗയെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ഒത്തിരി കാമൻ ക്വയറ്റാണ് വീട്ടിലൊക്കെ. അപ്പോൾ ലഞ്ചിന് നമ്മുടെ ക്യാബേജ് ആട്ടോ. അപ്പോൾ ഞാൻ പകുതി അരിഞ്ഞെടുത്തു. പക്ഷേ ഞാൻ വിചാരിച്ചു മുഴുവൻ അങ്ങ് അരിയായി, ഇനി ഫ്രിഡ്ജിൽ ഇരുന്നാൽ ചിലപ്പം അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനത് മുഴുവൻ അങ്ങ് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കടായി വെച്ചു. കടുകും ജീരകവും പച്ചമുളകും ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വഴറ്റിന്ന് ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ചില ക്യാബേജിന് നല്ല വേഗമാണ്, പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ക്യാബേജ് നല്ലതാണ്. ഈ ഒരുപാട് വേഗം കയ്പുള്ള ക്യാബേജ് ആണെങ്കിൽ കുക്കറിൽ നിന്ന് ഒറ്റ വിസിൽ കൊടുക്കും. പക്ഷേ എല്ലാ ക്യാബേജും പറ്റത്തില്ല, കുഴഞ്ഞു പോയി. ഇങ്ങനെയുള്ള ക്യാബേജ് കുഴഞ്ഞു പോയി. അത് എനിക്കത് കണ്ടാൽ അറിയാം ഞാൻ അങ്ങനെയുള്ളത് ചെയ്യത്തുള്ളൂ. ഇത് നല്ല ക്യാബേജ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇരുമ്പ് കടായിലൊന്ന് വഴറ്റി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. തേങ്ങയൊക്കെ ഇടുന്നവരിടാം, ഞാൻ ജസ്റ്റ് മെഴുക്കുവരട്ടി പോലെ അങ്ങ് ചെയ്യുന്നുള്ളൂ. ഉപ്പേരി, രാക്കയ്ക്ക് ഉപ്പേരിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടം. അപ്പോൾ അതേ അത് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ആവി കയറി ഇങ്ങനെ എടുത്താൽ മതി. പച്ചക്കറിക്കൊന്നും അധികം വേഗം വേണ്ടല്ലോ. അത് ഞാൻ ആ ഇരുമ്പ് കടായിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ട് നമ്മുടെ കാസറോളിലോട്ട് മാറ്റുക. ചൂടായിട്ടിരിക്കും. കാരണം ഇരുമ്പ് കടായിൽ വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വരും. പിന്നെ തൈരും കൂടെ നമ്മുടെ വെള്ളപ്പയർ, എന്താ പറയുക, ചുമന്ന പയറെന്നോ വൻപയറെന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു കറി പോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന് റെഡ് ലോബിയ എന്ന് പറയും. നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ. ചെറിയ ചുമന്ന പയർ. ഒരു വൈറ്റ് ലോബിയ ഉണ്ട്, എനിക്കത് അത്ര ഇഷ്ടമല്ല. അതിന് കുറച്ചും കൂടെ കൊഴുപ്പും ടേസ്റ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എന്നത്തെയും പോലെ സിമ്പിൾ ലഞ്ച്.
അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് അരയ്ക്കുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടി ഉണ്ടല്ലോ, റൈസ് ഫ്ലോർ, വറുത്ത മാവ് ഇങ്ങനെ പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പം നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പത്തിനൊന്ന് അരച്ച് വെക്കുക. ഇങ്ങനെ കലക്കി വെച്ച മാവ, കുറച്ച് ചോറും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും, നമ്മൾ തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ അഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒന്ന് അരച്ച പേസ്റ്റിലോട്ട് നമ്മുടെ ഈ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. 4 മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങി കിട്ടും, നല്ല സോഫ്റ്റ് അപ്പവും കിട്ടും. ഞാനത് ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം വെച്ച് മുട്ടക്കറി ഉണ്ടാക്കാന്ന്, പിന്നെ ഞാൻ കടല വെള്ളത്തിൽ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പവും നമ്മുടെ കടലക്കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് മുട്ട പുഴുങ്ങി കഴിച്ചേ. ഇനി ഇവ കടലക്കറി ആക്കാം. വൈകുന്നേരം സ്നാക്സിനായിട്ട് ഞാൻ നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് വാങ്ങിയ എന്താ വെച്ചാൽ ദാബേലിയും വടാപ്പാവും കേട്ടോ. ദാബേലി എന്ന് വെച്ചാൽ നമ്മുടെ ബണ്ണുണ്ടല്ലോ, അതിനകത്ത് കുറച്ച് ഞാൻ കാണിച്ചു തരാം. ആദ്യം വടാപ്പാവ് എനിക്ക് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അതാണ്. ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് അത് വേറൊരു ടേസ്റ്റും കൂടെ കേട്ടോ. അത് നല്ല രസമാണ് അവരിട്ട് ഉണ്ടാക്കി തരും, അവർ നന്നായിട്ട് ഉണ്ടാക്കും. ഇതിപ്പം മിർച്ചി വടാപ്പാവാണ്. മിർച്ചി എന്ന് വെച്ചാൽ നമ്മുടെ മുളകുണ്ടല്ലോ, ഇവിടെ മുളക് ബജി, അത് എന്തൊക്കെയോ ഉണ്ടാക്കി അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല സോഫ്റ്റ് ആണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇവരുടെ. ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് എനിക്കും അങ്ങൂനെ വാങ്ങിച്ചുള്ളൂ, രാക്കേക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം രാക്കി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇപ്പോൾ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ പോവുക. അവരുടെ ഓഫീസിലും വൈകുന്നേരം സ്നാക്കായിട്ട് ഇതൊക്കെ കിട്ടുക, അതും പുള്ളിക്കാരൻ വാങ്ങിച്ച് കഴിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയേ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ അവരുടെ ഒരു പൊടി പോലെ വെതറിയേക്കുന്നുണ്ടോ ചുമന്ന കളറിലെ, പിന്നെ എന്തോ ചട്നിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊരു വടാപ്പാവ്. ശരിക്കും മറാഠി ആണ് ഈ വടാപ്പാവ് എന്ന് പറയുന്നത്, മഹാരാഷ്ട്രീയൻ ഡിഷാണ്. പിന്നെ ഇതാണ് ദബേലി. ദബേലി എന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വൈറ്റ് പീസും കൂടെ മാഷ് ചെയ്ത് നടുക്ക് വെക്കും. അതിൻ്റെ പുറത്ത് നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, സേവ്, അതും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. പക്ഷേ വടപ്പാവിനെക്കാട്ടി ടേസ്റ്റ് ചെയ്താട്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഇത് ശരിക്കും നമ്മുടെ നാക്കിലോട്ട് വായിലോട്ട് വെച്ചാൽ അങ്ങ് അലുത്തു പോവും. എനിക്കത് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ബണ്ണിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു മധുരവും ഇതെല്ലാം കൂടെ ചേരുമ്പോഴുണ്ടല്ലോ നല്ല ഒരു സ്നാക്കാണ്, അങ്കുട ജീവനാ. അങ്ങനെ വൈകുന്നേരത്തെ സ്നാക്കും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാത്രം കഴുകണമല്ലോ. ഞാനിപ്പോൾ സ്വന്തമായിട്ട് അങ്ങ് പാത്രം കഴുകും കേട്ടോ. ഞാൻ മെയ്ഡിനെ ഏൽപ്പിക്കാറില്ല, കാരണം എനിക്ക് എൻ്റെ പാത്രം കഴിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. തണുപ്പാകുമ്പോൾ അവരൊരു ഹെൽപ്പാണ്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ കഴുകാവുന്നേ ഉള്ളൂ, കാരണം എനിക്കിഷ്ടമാണ് പാത്രം കഴുകാൻ. അതുകൊണ്ട് എന്നാലും എനിക്കൊരു തൃപ്തിയും ആകത്തുള്ളൂ. എന്തായാലും അങ്ങനെ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴും തന്നെ നമ്മൾ കഴുകിയാൽ നമുക്കൊരു വീട്ടിനൊരു സമാധാനം സന്തോഷമാവുമല്ലോ. അങ്ങനെ വൈകുന്നേരത്തേക്ക് ഒതുങ്ങി. ഇനി രാത്രി ഡിന്നർ ഞാൻ പറഞ്ഞല്ലോ, അപ്പവും കടലക്കറിയാണ്. കടലക്കറി വെച്ചാൽ പിറ്റേ ദിവസം അങ്കുന് ടിഫിനിലും നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവുണ്ടെങ്കിലോ അത് കൊടുത്തയക്കാൻ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കടല നന്നായിട്ട് കുതിർത്ത് വന്നായിരുന്നു. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മുടെ മസാല എന്ന് വെച്ചാൽ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് വറുത്തിട്ട് ഒരു പേസ്റ്റ് ആക്കി ഇതിനകത്തോട്ട് ഒഴിച്ച് വീണ്ടും ഒന്ന് വേവിച്ച് വറുത്തിട്ടെടുക്കുകയാണ് ഞാൻ ഈ കടലക്കറി ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് അരി ഉഴുന്ന് വെള്ളത്തിയിട്ടിട്ടുണ്ട്, ദോശയുടെ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. നമ്മുടെ രാത്രിയിൽ ഡിന്നറിനുള്ള ഉണക്കമുന്തിരിങ്ങ അതും വെള്ളത്തിയിട്ടിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവ് പുളിച്ച് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. 4-5 മണിക്കൂർ കൊണ്ട് സൂപ്പറായിട്ട് വരും കേട്ടോ. നാളത്തേക്ക് അത് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ പിറ്റേ ദിവസം രാവിലെയും ബാക്കിയുണ്ടെങ്കിൽ ചൂടാ. ഞാൻ അതാ വിചാരിച്ച അങ്കുന് ടിഫിനിലും ആവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് രാത്രിയിലത്തെ ഡിന്നർ കാര്യങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റൊരു ഫലമാണ്. ഒരു മനസ്സമാധാനമായിട്ട് നമുക്ക് എല്ലാം ഒന്ന് പീസായിട്ട് പോകുന്നുണ്ട് ഇപ്പം കാര്യങ്ങൾ. ഈ നക്ഷത്രം ഇപ്പം ഇവിടെ വന്ന് നിൽക്കുക. ഇത് ചില സമയത്ത് പല ദിശകളിലായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പം നമ്മുടെ നേരെ വന്ന് നിൽപ്പുണ്ട്. കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചല്ലോ, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റപ്പോൾ നമ്മുടെ അമ്പലിയമ്മാനായിരുന്നു അവിടെ നിന്നത്. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലോ. വലിയ രീതിയിൽ അങ്ങനെ ആഘോഷമായിട്ടൊന്നുമല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തു പോയി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണമല്ലോ എന്ന് വെച്ചിട്ട് കൊച്ചിനെയും കൂട്ടി ഞങ്ങൾ പോവുക. വേറൊന്നുമല്ല, നമുക്കിവിടെ ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞൊരു റോഡുണ്ട്. അതിൻ്റെ സൈഡിൽ നല്ല ഫുഡ് കോർട്ട്സ് ഉണ്ട്. അവിടെ നല്ല ഫുഡ് കിട്ടും. അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ ടൗൺഷിപ്പ് നിറച്ച് പൂക്കളാട്ടോ ഇപ്പം. പൂക്കളുടെ സീസൺ അത് മെല്ലെ മെല്ലെ നമ്മുടെ വ്ളോഗുകളിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ. അപ്പോൾ ഇതിലേ കൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒന്ന് ആലോചിച്ചു കേട്ടോ, കാരണം ഇതിൻ്റെ അറ്റത്തോട്ടാണ് നമ്മുടെ വീടും. അപ്പോൾ ഇവിടെ ഈ യാത്ര ചെയ്യുന്നവർക്കുള്ള ഫുഡ് കോർട്ടും കാര്യങ്ങളും അവിടെ ഓറിയോ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാ സന്ധ്യയായി കേട്ടോ. അപ്പോൾ ഡിന്നറാണ് നമ്മൾ കഴിക്കാൻ വന്നത്. ഓറിയോ എന്നാണ് സ്ഥലം, വാങ്കോ. ഇതൊക്കെ ഞാൻ പണ്ട് കുറേ വ്ളോഗുകളിൽ ഇട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ ഞങ്ങൾ വന്ന് കഴിക്കുന്നതൊക്കെ. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്കൂന് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ യാത്ര ചെയ്യുന്നവർക്ക് പറ്റിയ ഫുഡ് കോർട്ട് പോലെയാണ്. വലിയ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. വലിയ ബസ് ഒരെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്ന് കഴിക്കുന്നത് എന്നെ നല്ല മൂവിങ് ഉള്ള സ്ഥലം തന്നെയാണ്. കാരണം ഇതിലെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ കുൽഫിയുടെ സെക്ഷനിലോട്ട് തന്നെ അങ്കു ആദ്യം വന്നു. നല്ല ഫുഡ് കിട്ടും കേട്ടോ ഇവിടെ. ഇഷ്ടം പോലെ ഏത് വെറൈറ്റി വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ചെറിയ കടയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. റീസണബിൾ റേറ്റും ഒക്കെയാണ്.
പല കളറിലും ഫ്ലേവറിലും ഉള്ള കുൽഫികൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു കടയെന്ന് പറയുന്നത്. അകം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വലിയൊരു ഹോളാണ്. അതിനപ്പുറത്തോട്ട് നമ്മൾ ആദ്യം നമ്മൾ എന്താ പറയുക പോയി പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൈസ അടച്ചിട്ട് പിന്നെ നമ്മൾ പോയി എടുക്കണം എന്നാണ്. പക്ഷെ ഇപ്പോൾ ഒരാൾ അവിടെ നിൽപ്പുണ്ട്, അതുകൊണ്ട് പുള്ളിക്കാരെയും കൊണ്ടുവരാം. ആദ്യമൊക്കെ നമ്മൾ തന്നെ പോയി എടുക്കണമായിരുന്നു, ഇങ്ങനെ പറയത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആയി അവർ. പക്ഷെ ഫുഡ് സൂപ്പറാട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്കു ഇങ്ങനെ അക്ഷമനായിട്ടിരിക്കുക, കാരണം വേറെ ഒന്നുമല്ല, അവൻ പിസ്സ ഓർഡർ ചെയ്ത്. ഇവിടെ കോണ്ടിനെന്റലും കിട്ടും, ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, അദ്രക്കി ഗോപി. ഞാൻ ഗോപി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ അദ്രക്കി ഗോപി എന്നൊരു സംഭവം നോർത്ത് ഇന്ത്യയിലുണ്ട്. അത് നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാം, ഗോപി ഇഷ്ടമുള്ളവർക്ക്, കോളിഫ്ലവർ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. പിന്നെ ബട്ടർ ചിക്കൻ ബോൺലെസ് റൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾക്ക പോലെ കേട്ടോ. പിന്നെ അങ്കുവിൻ്റെ പിസ്സ, അവൻ ഒറ്റയ്ക്കൊരു പിസ്സ കഴിച്ചോളാൻ പറഞ്ഞു. അവന് വിശപ്പുണ്ടായിരുന്നു, പിന്നെ അവൻ കഴിച്ചോളൂ. എനിക്കാണ് ഈ പിസ്സ ഒന്നും കഴിച്ചാലേ വയറിൽ ഗ്യാസ് കയറുന്നല്ലോ, ആകെ വെപ്രാളമാണ്. അപ്പോൾ നമുക്ക് പിന്നെ കൂടെ ചട്നിയും ഉള്ളിയും നോർത്ത് ഇന്ത്യൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അച്ചാറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഗോപിയും ബട്ടർ ചിക്കൻ ഷ്രെഡഡ് ആട്ടോ. ബട്ടർ ചിക്കൻ ആണ്, ബോൺലെസ് ആയിട്ട് അവർ ഷ്രെഡ് ചെയ്തിട്ടേക്കുക. പിന്നെ ഇത് പെരി പെരി എന്താ പറയുക ചിക്കൻ, അതാണ് അത്. അങ്കൂനും രാക്കിക്കും സെപ്പറേറ്റ് വാങ്ങിച്ചാൽ എനിക്കതൊന്നും വലിയ പിടുത്തമല്ല. അങ്കൂനും ലെമണേഡും, എനിക്ക് സ്വന്തമായിട്ടൊരു ലസ്സി, കാരണം ഞാനൊരു ലസ്സിക്കാരി, എനിക്ക് എവിടെ പോകുമ്പോഴും ലസ്സി വേണം. രാക്കി ഒരു കോഫി ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ സ്നാക്സും ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ വെറൈറ്റി സംഭവങ്ങളുണ്ട് ഈ ചെറിയ ഒരു സംഭവമാണെങ്കിലും. വലിയൊരു ബസ് വന്ന് നിന്നിട്ട് അതിൻ്റെ ബഹളമാണ് ഈ ബാക്കിൽ കേൾക്കുന്നത് കേട്ടോ. ഒരു ചായ അങ്ങോട്ട് കുടിക്കുക. Coffees over here, one for me, one for my mom, and one for my father. അപ്പോൾ അതേ നമ്മൾ ഗ്രേപ്പ് കുൽഫി വാങ്ങി കേട്ടോ. ഗ്രേപ്പ് കുൽഫി എന്ന് വെച്ചാൽ ഗ്രേപ്പ് ഫ്ലേവേർഡ് കുൽഫിയാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കി. ഫുൾ ഐസാണ് അതിനകത്തേ, ഇങ്ങനെ ഐസ് കവേർഡാട്ടോ. അതിങ്ങനെ വെള്ള പാളി പോലെ കാണുന്നത് സംഭവം. കഴിച്ചു നോക്കിയപ്പോൾ അത്ര പോരാട്ടോ. നമ്മുടെ മരുന്നില്ലേ, സിറപ്പിൻ്റെ ഒരു ടേസ്റ്റ്. രാക്കെ അതേ വേണ്ടാന്ന് പറഞ്ഞു. ഞാനും അങ്കും കഴിച്ചു. മറ്റേത് അങ്കുവിനെ തന്നെ അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിക്കുക. പിന്നെ ഇവിടെ അതേ ഇഷ്ടംപോലെ ചോക്ലേറ്റിൻ്റെ കേക്കിൻ്റെ ഒക്കെ സെക്ഷനുണ്ട്. അപ്പോൾ അങ്കുവിന് ഒരു ചോക്കോ ലാവ കേക്കും കൂടെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ പെട്ടിയിരിക്കുന്ന കേക്കും ഒക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ പോകുന്നുണ്ട്. എപ്പോഴും ഇവിടെ ഞങ്ങൾ കയറുവാണെങ്കിൽ ഇത് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് പോകും. നല്ല ടേസ്റ്റ് എടുത്ത കേക്ക്സ് ഒക്കെ. ഇത് പാഴ്സൽ ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതേ അമ്പിളിയമ്മാവന് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലോട്ടുണ്ട്. നമ്മുടെ കുൽഫി ഉണ്ടല്ലോ രാക്കിക്ക് വാങ്ങിച്ചത്, അത് കാറിൽ ഇരുന്ന് ഉരുകി. കാരണം എനിക്കും അങ്കുനും വേണ്ടായിരുന്നു. അവസാനം പുറത്ത് കളയേണ്ടി വന്നു, കാരണം ഇങ്ങനെ ഉരുകിപ്പോയേ. ഞങ്ങൾ അകത്തോട്ട് ആ ഡാഷ്ബോർഡ് പോലത്തെ സാധനത്തിലൂടെ വെച്ചതാണ്. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് രാക്കി ആദ്യമേ വേണ്ട പറഞ്ഞതാ. അപ്പോൾ ഞാനാണ് നിർബന്ധിച്ച് 3 പേർക്കും വാങ്ങാന്ന്, വാലന്റൈൻസ് ഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചത് ആ കളറ്. പക്ഷെ സാരമില്ല. അപ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.